അപ്പോൾ ഇന്ത്യൻ സെർവറിൽ ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ഇവന്റ് അപ്പോൾ ഇതിൽ വരാനായിട്ട് പോകുന്ന മെയിൻ ആയിട്ട് രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫിനിഷിംഗ് മൂവും പിന്നെ ഒരു കട്ടാനന്റെ സ്കിന്നും കൂടിയാണ്. അപ്പോൾ അതിലെ ഫിനിഷിംഗ് മൂവ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പലിലെ കുളത്ത് അതായത് ഹുക്ക് പോലുള്ള ഒരു സാധനം വെച്ചിട്ടുള്ള ഒരു ആനിമേഷൻ ആയിരിക്കും ഫിനിഷിംഗ് മൂവിൽ വരുന്നത്. അപ്പോൾ പിന്നെ മാത്രമല്ല റെഡ് കളറും പർപ്പിൾ കളറും ആയിട്ട് കളർ ചേഞ്ച് ആവുന്ന ഒരു അടിപൊളി കട്ടാനന്റെ സ്കിന്നും കൂടി അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവന്റ് ഇന്ത്യൻ സെർവറിലേക്ക് വരുന്ന കാര്യം കൺഫേം ആണ്. അപ്പോൾ പിന്നെ മാത്രമല്ല ഏതാണ്ട് 26-നുള്ളിൽ ഈ ഒരു ഇമോട്ടും നമ്മുടെ ഗെയിമിലോട്ട് വരാനുള്ള സാധ്യത 99% ആണ്. അപ്പോൾ എന്തായാലും ലക്ക് റോയൽ വഴി ഇങ്ങനെ ഒരു ഇവന്റിലായിരിക്കും ഈ ഇമോട്ടൊക്കെ വരാനായിട്ട് പോകുന്നത്. അതിലെന്തായാലും ആദ്യമായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഗിറ്റാറിന്റെ ഇമോട്ട് തന്നെയാണ്. ബാക്കിയുള്ള ഇമോട്ടൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഒരുപാട് തവണ വന്ന ഇമോട്ടുകളാണ്. അപ്പോൾ എന്റെ ഒരുപാട് ഫേവറേറ്റ് ഇമോട്ട് ആയിരുന്നു ഫ്ലാഗ് ഇമോട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ ഫ്ലാഗ് ഇമോട്ട് എന്തായാലും എന്റെ അക്കൗണ്ടിൽ എടുത്തിടും. അപ്പൊ എത്ര ആൾക്കാർ ഫ്ലാഗ് ഇമോട്ട് എടുക്കുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നോക്കുവാണെങ്കിൽ ഗിറ്റാർ ഇമോട്ട്, പിന്നെ ഫ്ലാഗ് ഇമോട്ട്, പിന്നെ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്ന രീതിയിലുള്ള ഒരു ഇമോട്ട്, പിന്നെ പെറ്റിന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു ഇമോട്ടൊക്കെ ആണ് വരാനായിട്ട് പോകുന്നത്. ടോട്ടല് 4 ഇമോട്ടുകളാണ് ഗൈസ് ഈ ഒരു ഇവന്റിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ പറയുവാണെങ്കിൽ 4 ഇമോട്ടും നല്ല അടിപൊളി ഇമോട്ടുകളാണ് ഗെയിമിലോട്ട് വരാനായിട്ട് പോകുന്നത്. ഇങ്ങോട്ട് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഡയമണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കിക്കോ. കാരണം 26-നുള്ളിൽ ഈ ഒരു ഇവന്റ് വരുന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട ഗൈസ്, 100% ഗ്യാരണ്ടി ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും മറ്റുള്ള സർവറിലൊക്കെ ഈ ഒരു സർഫ് ബോർഡ് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. കാരണം റംദാൻ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു സർഫ് ബോർഡ് മറ്റുള്ള സർവറിലൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സർഫ് ബോർഡും നമ്മുടെ ഇന്ത്യൻ സർവറിലേക്ക് വരാനുള്ള ചാൻസ് 99% ആണ് ഗൈസ്. മിക്കവാറും ടോപ്പ് അപ്പ് ഇവന്റിലായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇനി OB53 വരാതിരിക്കുന്ന കുറച്ച് ഐറ്റംസ് നമുക്ക് നോക്കാം. അപ്പോൾ അപ്കമിംഗ് ആയിട്ട് വരാതിരിക്കുന്ന OB53 ലോബി എന്ന് പറയുന്നത് ഇതാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് വെള്ളത്തിനടിയിലുള്ള അതായത് കടലിനടിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് ഗൈസ്. എന്തായാലും ഒരു അടിപൊളി ലോബി തന്നെയാണ്. അപ്പോൾ അതിനുശേഷം വരാൻ പോകുന്ന ലോബിയാണ് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം വരാൻ പോകുന്ന ലോബി ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത OB53 അപ്ഡേറ്റിൽ വരാനായിട്ട് പോകുന്ന ലോബികൾ. അപ്പോൾ ഇതാണ് OB53 വരാൻ പോകുന്ന ഹൈപ്പർ ബുക്ക്. എഗ്ലിപ്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു ഹൈപ്പർ ബുക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ഹൈപ്പർ ബുക്ക് എന്തായാലും അത്യാവശ്യം അടിപൊളി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. നോക്കുവാണെങ്കിൽ ഇതിൽ കട്ടാനന്റെ സ്കിന്ന്, കാറിന്റെ സ്കിന്ന്, ബാക്ക് പാക്ക്, പിന്നെ ഫിസ്റ്റിന്റെ സ്കിന്ന്, അങ്ങനെ ഇഷ്ടംപോലെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹൈപ്പർ ബുക്കിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഡയമണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഗൈസ് അത്രക്കും ഡയമണ്ട് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഇവോ ബണ്ടിലാണ് ഗൈസ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ സോളാർ എലിപ്സ് ബണ്ടിൽ നിന്നാണ് ഈ ഒരു ബണ്ടിലിന്റെ പേരൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് ഗൈസ്. അപ്പോൾ പിന്നെ നോക്കുവാണെങ്കിൽ ഫുട്ബോൾ സ്റ്റാർ ബണ്ടിൽ എന്ന് പറയുന്ന ഒരു ഫുട്ബോളിന്റെ ജേഴ്സിയാണ് പിന്നെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് വന്ന ഇതുവരെ വന്ന സാധാ ഒരു ജേഴ്സി പോലെ അല്ല ഗൈസ്. ഈ ഒരു ജേഴ്സി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ജേഴ്സി നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകുന്നത്. കാരണം ഈ ഒരു ജേഴ്സിയുടെ അക്കെന്ന് പറയുന്നത് അതായത് ഈ ഒരു ജേഴ്സിയുടെ നമ്പർ നമുക്ക് എപ്പോ വേണമെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കാം. അതുപോലുള്ള ഒരു അടിപൊളി ജേഴ്സി ആണ് ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് ഇനി വരാനായിട്ട് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗെയിമിലോട്ട് ഇന്നേ വരെ വരാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ആനിമേഷനും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്രാവശ്യം വരാനായിട്ട് പോകുന്നത്. ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ ഫീലൊക്കെ കിട്ടുന്ന ഒരു ആനിമേഷൻ ആണ് ഗൈസ് ഗെയിമിലോട്ട് അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പൊ സ്പിൻ നോക്കുവാണെങ്കിൽ ഒരു അടിപൊളി M10 സ്കിന്നാണ് ഗൈസ് ഗെയിമിലോട്ട് പിന്നീട് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു മീനുമായിട്ട് സാമ്യപ്പെടുത്തിയാണ് ഗൈസ് ആ ഒരു M10 ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗണ്ണിന്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടാണ് ഗരാന ഒരുക്കിയിരിക്കുന്നത് ഗൈസ്. മൊത്തത്തില് ഒരു അടിപൊളി ഒരു ഇതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഗൈസ്. ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു അടിപൊളി ഗ്ലൂ വാളിന്റെ സ്കിൻ ആണ് ഗൈസ് ഗെയിമിലോട്ട് കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ഗ്ലൂ വാൾ നോക്കുവാണെങ്കിലും വെള്ളത്തിനടിയിലുള്ള ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ് ഈ ഒരു ഗ്ലൂ വാളിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ ആണ്.